എന്റെ ശത്രുവിന്റെ പൊളിഞ്ഞ അളിഞ്ഞ വലിഞ്ഞ ഇളിഞ്ഞ മുഖം കാണാതെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പോവില്ല. എന്റെ പൊളിഞ്ഞ അളിഞ്ഞ വലിഞ്ഞ ഇളിഞ്ഞ മുഖം നിനക്ക് കാണണല്ലേ? കാണിച്ചരാം, നിനക്ക് ഞാൻ കാണിച്ചരാന്നേ. അവളുടെ ഒരു ഫംഗ്ഷൻ ഞാൻ കോളാക്കി കൊടുക്കുന്നുണ്ട്. എന്റെ മകന്റെ മാരേജ് നീ കൊളാക്കൊടി. ലെറ്റ്സ് ഗോ കലു, നമുക്കൊന്ന് പോയി ചൊറിഞ്ഞു നോക്കാം. ചൊറിയേ ചൊറിയേ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ചൊറിഞ്ഞു നോക്ക്. ആന്റി അത് വേ ഇത് വേ. ഷട്ട് അപ്പ്. മൂ കലു മൂ, അതൊന്ന് കാര്യാക്കട്ടെ, വട്ട കേസാ. എടി വലിയ കുസു, ഇനി ഞാൻ നിന്നെ വിടത്തില്ലടി. മമ്മി അങ്കിളെ ഈ തലവിക്ക് വട്ടടിക്കോ? എടി വലിയ കുസു, നീ എന്നെ തകർക്കാൻ നോക്കണല്ലേ? മമ്മി ഇതെന്താ? എന്നെ അവൾ നാണം കെടുത്തത്രേ, എന്നെ തളർത്തത്രേ, എന്നെ കരയിപ്പിക്കത്രേ. എന്നാ അതൊന്ന് കാണണല്ലോ വലിയ കുസു. മമ്മി ഈ സാധനം എന്നെ തിന്നോ? കണ്ടിട്ട് എനിക്ക് പേടിയാവാ. അയ്യോ മോളെ നിന്റെ അടുത്തേക്ക് പോവില്ലേ? അതിന് മുഴുവട്ടാ. മോളുടെ മമ്മിക്ക് എന്നോട് പ്രതികാരം വീട്ടണല്ലേ? അയ്യോ, ഒന്നും അറിയാത്തൊരു കുഞ്ഞാവക്ക് ഡാൻസ് കളിക്കാൻ അറിയോ? എനിക്ക് തല്ലിട്ടാക്കാൻ മാത്രം അറിയൂ. നിന്റെ മമ്മിയുടെ അതേ സ്വഭാവം. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ലല്ലോ. അതൊക്കെ ഉണ്ട് മോളെ. മോൾക്ക് എന്നെ പറ്റി അറിയോ? ഈ ചെറ്റ വീട്ടിൽ മറിയാമയെ പേര് കേട്ട ഡാൻസുകാരിയാ. മെന്റൽ ഹോസ്പിറ്റലത്തെ. അവിടെ നിക്ക് കൊച്ചേ, നീ എന്റെ ഡാൻസ് കണ്ടിട്ട് പോയാ മതി. സൂസു, എന്റെ സോറി തന്നിട്ട് പോ. എടോ മത്തായി, മര്യാദക്ക് എന്റെ ഡ്രീം സാരി വാങ്ങിത്താടോ. നല്ല മക്കളല്ലേ, മക്കളുടെ കയ്യിലുള്ള സാരിയെ ഈ വട്ടമായിക്ക് കൊടുത്തേ, അല്ലെങ്കിൽ എന്റെ കള പൊടിച്ചടക്കും. ഞാൻ സെലക്ട് ചെയ്ത സാരി മറിയാമ്മയ്ക്ക് കൊടുക്കാനോ? നോ, നെവർ എവർ. ഈ സാരി എന്റെ അഭിമാന പ്രശ്നം. ഇതാർക്കും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. ഈ സാരി എന്റെ എനിമിയുടെ വീട്ടിലെ ഫംഗ്ഷൻ എടുത്തു പോവാനുള്ളതാ. എന്താ നീ പറഞ്ഞേ? എന്റെ വീട്ടിലെ ഫംഗ്ഷന് ഈ സാരി എടുത്ത് നീ വരുന്നോ? വാട്ട് മറിയാമ്മ? ഷട്ട് അപ്പ്. ഇങ്ങോട്ടൊന്നും നീ മിണ്ടണ്ട. അയ്യോ, എന്നെ വീണ്ടും പൊക്കേ. നീയാണ് എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയേ. നീ തന്നെ ആ സാരി എനിക്ക് വാങ്ങിത്തരണം. ഇല്ലെങ്കിൽ ഞാൻ ഈ കടയിൽ ഒരു ചവിട്ട് നാടകം നടത്തും. തോം 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 തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതോ ഒരു മുறை വന്ന് പാതായ തോം തോം തോം. എന്റെ സാരി എവിടെടാ? ഗംഗേ, രാമനാഥ. അയ്യോ മോളെ നോക്കി നിൽക്കാതെ ഓടിക്കോ. ഇതിന് മുഴുത്ത വട്ടാ. വിടില്ല ഞാൻ. പുഷ്ക. അല്ല നീരോ, അവിടെ എന്താണ് ഒരു തല്ലു മക്കാനൊക്കെ? മുതലാളി മത്തായി അമേരിക്കനുമായി സൂസനയുടെ പൊരിഞ്ഞു വഴക്കാണല്ലോ. ഈ കുറച്ച് സമയം കൊണ്ട് എന്താപ്പണ്ടായേ? സുഖാണോ നീലു ചോദിച്ച് സൂസനയുടെ കൊറേ നമ്മളെ ടോടിപ്പിച്ച്. ആ പൊല്ലാപ്പക കഴിഞ്ഞിക്കുമ്പോഴാണ് ആ ദുഷ്ടന്മാരെ തമ്മിൽ തല്ലുന്നത്. ഈ കൊച്ചു കേരളത്തിൽ എന്താ നടക്കുന്നത്? ഇനി ഇത് ലോകാവസാനത്തിന്റെ നട്ടുച്ചയാണ് നീലോ. എടി പാറക്കുട്ടി, അപ്പൊ നീ ഒപ്പിച്ച പണിയോടത്തൊക്കെ? അതെ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഒപ്പിച്ചെടുത്ത പണിയാ. അമ്മ മുതലാളി മത്തായിക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറഞ്ഞത് പാറക്കുട്ടി ചെയ്യാതിരിക്കമ്മ. അതേതായാലും നന്നായി പാറക്കുട്ടി. ഇവിടുത്തെ സ്റ്റാഫിനെ ഉപദ്രവിക്കുന്നതിന് അയാൾക്ക് ഇങ്ങനെ തന്നെ കിട്ടണം. എന്നാലിട്ട് പാറക്കുട്ടി എങ്ങനെ അവര് തമ്മിൽ വഴക്ക് നീ ഉണ്ടാക്കിയേ? ദിവസമേ ഈ പാറക്കുട്ടിയുടെ തലയിൽ നിറച്ച് ബുദ്ധിയല്ലേ. ഓളാ പിങ്ക് സാരി വെച്ചൊരു കളി കളിച്ച് അതങ്ങ് ഏറ്റി. എന്നാലിട്ട് പാറക്കുട്ടി അതിന്റെ ഇടയ്ക്കിട്ട് ഞങ്ങൾക്കൊരു പണി നീ തന്നല്ലോ. ആ സൂസുമേടെ ആ സാരി കൊണ്ട് ഞങ്ങൾ കട മൊത്തം ഓടിപ്പിച്ച്. എന്റെ മക്കളെ, ഞങ്ങൾ ഇത്തിരി ഓടിയാലും വേണ്ടില്ല. അയാൾക്കിട്ട് ഒരു പണി കിട്ടിയപ്പോഴേ ഇവിടെ ജോലി എടുക്കുന്ന എല്ലാവർക്കും സന്തോഷമായി കാണും. എന്റെ ദൈവമേ, അയാളുടെ അഹങ്കാരം കാശിനോടുള്ള ആദ്യം കുറച്ചിരുന്നെങ്കിൽ ഇവിടെ ജോലി എടുക്കുന്നവർക്ക് സമാധാനായേനെ. ഷോപ്പിംഗും മുതലാളിക്കുള്ള പണിയൊക്കെ കഴിഞ്ഞില്ല മക്കളെ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അമ്മേ, അതിനാരാ പണി കഴിഞ്ഞേന്ന് പറഞ്ഞേ? അപ്പൊ പണി കഴിഞ്ഞിട്ടില്ലേ? ഇല്ല അമ്മ, തിരി മാത്രമേ ഞങ്ങൾ കൊളുത്തി കഴിഞ്ഞിട്ടുള്ളൂ. വെടിക്കെട്ടിനി കാണാൻ പോകുന്നതവള് മാതാശ്രീ. വെടിക്കെട്ടോ? വെയിറ്റ് ആൻഡ് സീ മാതാശ്രീ, വെയിറ്റ് ആൻഡ് സീ. എടാ സുലൈമാനേ, പോക്കടി സെറ്റ്, ഞാൻ ഇപ്പൊ തന്നെ പറയാ. നീ എന്താണ് പാർക്കുട്ടി സുലൈമാനോട് പറഞ്ഞേ? അത് നമുക്ക് മനസ്സിലാവില്ല, അതൊക്കെ ഞങ്ങളുടെ കോഡ് വാക്കാ. എന്റെ ദൈവമേ, പിങ്ക് മോളെ, അമ്മുക്കുട്ടി. യെസ് പാർക്കുട്ടി. തത്തത്തത്തവളച്ചി മറിയം വന്നു കൊയ്യുന്നു. ഓക്കേ സെറ്റ് പാർക്കുട്ടി, കം ഓൺ. പൊടിമോളെ, അമ്മുക്കുട്ടി നിന്റെ സൂസമേറ്റിന് ചെക്കന്മാരൊന്ന് വാച്ച് ചെയ്യണേ. ഞങ്ങൾ ഇപ്പൊ വരാട്ടോ. ഓക്കേ. മോളെ, അവരെങ്ങോട്ട് പോയേ? അതൊക്കെ ഉണ്ടമ്മ. മുതലാളിക്കിട്ട് ആരോ അടി കൊടുക്കുന്നുണ്ടല്ലോ. ഞങ്ങളെ കുറെ ഉപദ്രവിക്കുന്നതല്ലേ, അയാൾക്കും കുറച്ച് കിട്ടട്ടെ. ചേച്ചി,
എന്താ മക്കളെ? പ്ലീസ് 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 ഞങ്ങൾക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്യണ്ടേ? കുറച്ച് നേരത്തേക്ക് ചേച്ചിയുടെ ഈ മഫും ബക്കറ്റും ഞങ്ങൾക്ക് തരുമോ? പ്ലീസ് ചേച്ചി. നിങ്ങൾക്ക് എന്തിനാ മക്കളെ ഈ മഫും ബക്കറ്റും? അതൊക്കെ ഉണ്ട് ചേച്ചി, ഞങ്ങൾക്ക് മുതലാളി മത്തായിക്കിട്ട് ഒരു പണി കൊടുക്കാനാ. അയ്യോ, മുതലാളിക്കൊരു പണി കൊടുക്കാനോ? എന്തൊക്കെ മക്കളെ നിങ്ങൾ പറയുന്നേ? അയാളെ പറ്റി നിങ്ങൾക്ക് ശരിക്കും അറിയത്തില്ല. അയാളൊരു ദുഷ്ടനെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത്രക്ക് വലിയ ക്രൂരനയാള്. ചേച്ചി പ്ലീസ് ചേച്ചി, ആ കുട്ടികൾ പറഞ്ഞ പോലെ അവർക്ക് ആ മഫും ബക്കറ്റും ഒന്ന് കൊടുക്കൂ പ്ലീസ്. ഈ പിള്ളേരുടെ വാക്ക് കേട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിയില്ല ഗീതേ. ഈ അടുത്ത കുരി പോലുള്ള പിള്ളേര് ആ ദുഷ്ടനെ എന്നാ ചെയ്യാനാ? പണി കൊടുക്കാനങ്ങനെ ഈ പിള്ളേരെ അയാളുടെ മുന്നിൽ പെട്ടാലേ അയാൾ അടിച്ചു കൊല്ലും. ചേച്ചി ഈ പിള്ളേരെ ഞങ്ങൾക്ക് വിശ്വാസാ. ഈ കുട്ടികൾ കാരണം ഇപ്പൊ മുതലാളിക്ക് അടി കിട്ടിക്കൊണ്ടിരിക്കണേ. സത്യമാണോ ചിത്ര? അതെ ചേച്ചി, നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ പിള്ളേര് മഫും ബക്കറ്റും ചോദിക്കണേ. എനിക്ക് പേടിയാവുന്നടി. അയാൾക്ക് പണി കൊടുക്കാൻ വേണ്ടി ഈ മഫും ബക്കറ്റ് കൊടുത്ത് സഹായിച്ചു എന്ന് അറിഞ്ഞാലേ അയാൾ എന്നെ വെച്ചേക്കത്തില്ല. അതൊന്നും അറിയില്ല ചേച്ചി, സത്യം സത്യം സത്യം. അങ്ങ് കൊടുക്ക് ചേച്ചി, നമുക്ക് ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടണ്ടേ? എത്ര കാലം എന്ന് വെച്ചാൽ ആ ദുഷ്ടന്റെ അടിമകളായിട്ട് നമ്മൾ ജീവിക്കുക. ദയവായിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഈ പിള്ളേരെ ഈ കടയിലേക്ക് വിട്ടേ. ചേച്ചി അയാൾക്കിട്ട് നല്ല അടി കിട്ടുന്നത് കാണണോ? കാണണം മോളെ, അതിനു വേണ്ടിയാ ഞങ്ങൾ കാത്തിരിക്കുന്നേ. എന്നെ കാത്തിരുന്ന് കണ്ട ചേച്ചി, ഞങ്ങളത് കാണിച്ചു തരാം. അയാളുടെ അഹങ്കാരം തീർക്കാൻ ഞങ്ങളുടെ എന്ത് സഹായം വേണമെങ്കിലും മക്കൾ ചോദിച്ചോ, അതെല്ലാം കൂടെ തന്നെ ഉണ്ടാകും. പക്ഷെ മക്കള് ഞങ്ങൾക്കൊരു സഹായം ചെയ്യണം. എന്താ ചേച്ചി? ഒരു വർഷമായിട്ട് അയാളുടെ അടി മീറ്റിംഗ് കുത്ത് സഹിച്ച് ഞങ്ങളിവിടെ ജീവിക്കുക. ഒരു ദിവസം അയാൾക്കിട്ട് നല്ല അടി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് മക്കള് ഞങ്ങൾക്ക് സാധിച്ചു തരുമോ? എന്നാ മക്കള് ധൈര്യമായിട്ട് ഈ മഫും ബക്കറ്റും കൊണ്ടുപോയി അയാൾക്ക് പണി കൊടുത്തു വാ. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. സെക്യൂരിറ്റി ചേട്ടോയ്, എന്താ മോനെ? ഒരു കോട്ടും സൂട്ടും കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് രണ്ട് കൊമ്പുമുടിയുള്ള ഒരു പൊട്ടത്തിലൊക്കെ ഒരു കുട്ടി വന്നില്ലേനോ ഈ നീല സ്കൂട്ടിമേ? ആ മോനെ, എനിക്ക് വെള്ളം തന്നത് ആ കുട്ടിയാ. കുട്ടിന്റെ ബോയ് ഫ്രണ്ടാണ് ഞാനേ. ബോയ് ഫ്രണ്ടോ? അങ്ങനൊന്നുമില്ല, ഫ്രണ്ടും ബാഗൊക്കെ നമ്മളെന്നെ. അത്രക്ക് കട്ട ചങ്ക ഫ്രണ്ട്സ് ആണ് ഞങ്ങളെ. നല്ല മനസ്സുള്ള കുട്ടിയാണേ. പൊട്ടത്തിലൊക്കെ ആണെങ്കിൽ ഓളെ തലയിൽ നിറച്ച ബുദ്ധി സ്നേഹമാണേ. നമ്മളെന്തിനാ വന്നിക്കണെച്ചാലേ ഓളിനോട് കാര്യങ്ങളോട് പറയേൽപ്പിച്ചിക്കണേ. എന്താ മോനെ? ചേട്ടാ, ഈ ഷോപ്പത്തെ മുതലൊക്കെ ഞങ്ങളൊരു പണി കൊടുക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ ചെറിയ ഹെൽപ്പ് വേണം. എന്താ ഹെൽപ്പ് ചെയ്യോ? ചെയ്യോന്നോ? അയാൾക്കിട്ട് പണി കൊടുക്കാനേ ഞാൻ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. ഇവിടുത്തെ പണിക്കാരെ അയാൾ പണിയടിപ്പിച്ച് കൊല്ലുവാ. എന്നിട്ട് അയാൾ കൊള്ള ലാഭം ഉണ്ടാക്കുന്നു. നേരാൻ വണ്ണ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വിടത്തില്ല മോനെ. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് മോ പറ. ചേട്ടനൊന്നും ചെയ്യരുത്, അതിങ്ങനെ നമുക്ക് വേണ്ടതേ. ആ മുതലക്കാട് ഉള്ളിലിട്ട് പണിട്ടുമ്പേ സെക്യൂരിറ്റി ചേട്ടൻ വിളിക്കും. ചേട്ടൻ അങ്ങോട്ട് വരികയേ ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. ശരി മോനെ, ആ കാര്യം ഞാൻ ഏറ്റു. എന്നാ ശരി, നമ്മള് പോവട്ടാ. നിങ്ങളെ മുതലാളിയുടെ അയ്യോ പിയ്യോ രസിക്കണേ എന്നുള്ള വിളി കേൾക്കാൻ റെഡി ആയിക്കോ. കുടിമോളെ, ആമിക്കുട്ടി. പാർക്കുട്ടി വന്നാ? അങ്ങോട്ട് നോക്ക് നോക്ക്, ഓള് വരുന്നുണ്ട്. അയ്യ, എന്താ ഓളെ ചിരി. എടാ സുലൈമാനെ, ഞാൻ പറഞ്ഞ പോലെ എല്ലാം പറഞ്ഞില്ലേ? പറഞ്ഞിക്കടി, അന്നെ കുറച്ച് നമ്മള് പൊക്കി പറഞ്ഞു ചെയ്തിക്കണേ. അതിലെനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. താങ്ക് യു സുലൈമാനെ. പാർക്കുട്ടി, എന്നാ നമുക്ക് സ്റ്റാർട്ട് ആക്കിയാലോ? ഓക്കേ, സെറ്റ് സെറ്റ്. കം ഓൺ എവരിബഡി. അല്ല പാർക്കുട്ടി, ഈ ബക്കറ്റ് സോപ്പും മഫൊക്കെ എന്തിനാ? നിങ്ങളെല്ലാരും കൂടി ഷോപ്പ് തുടച്ചു വൃത്തിയാക്കാൻ പോവാണോ? എന്തൊക്കെ പിള്ളേര് പറയുന്നേ? വീട്ടിലൊരു കൈ സഹായം ചെയ്യാത്ത പിള്ളേരാ ഇവിടെ തുടച്ചു വൃത്തിയാക്കാൻ പോകുന്നേ. കൊടുക്കാൻ അടുക്കാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ടല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ ചെയ്യണത്? സിനിമ അവർക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടല്ലേ ഞങ്ങൾ ചെയ്യണേ. ഈ പാർക്കുട്ടി കാര്യം തെളിയിച്ചു പറഞ്ഞേ. ചേച്ചി ഒരു പരസ്യം കണ്ടിട്ടില്ലേ? ക്ലോസറ്റ് എത്ര കഴുകിയാലും അതിന് നശിക്കാത്ത രണ്ട് അണുക്കള്. അതുപോലെ ചേച്ചി ഈ ഷോപ്പ് എത്ര വൃത്തിയാക്കിയാലും നശിക്കാത്ത 3 കീടാണുക്കളുണ്ട്. ഒന്ന് സൂസുമേടം കീടാണു, ഒന്ന് ചെറ്റമായ കീടാണു, പിന്നെ മത്തങ്ങാത്തലയും കീടാണു. ആ നശിക്കാത്ത കീടാണുക്കളെ ഇന്ന് ഞങ്ങൾ നശിപ്പിക്കാൻ പോവാ. ആ കീടാണുക്കൾ നശിച്ചാലുള്ളൂ ഈ ഷോപ്പിൽ പണിയെടുക്കുന്നവർക്കും ഈ ഷോപ്പിൽ വരുന്നവർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതിനെന്തിനാണ് ഈ ബക്കറ്റും സോപ്പും വെള്ളം മഫൊക്കെ? അതൊക്കെ ഞങ്ങളുടെ പണിയായതിനാണ് മാതാശ്രീ. എടി പാർക്കുട്ടിയെ, സംസാരിച്ച് നിന്ന് സമയം പോകട്ടാ. നമുക്ക് കീടാണുക്കളെ നശിപ്പിക്കാൻ പോവാ. എന്റെ ദൈവമേ, ഇനി പിള്ളേർ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടാക്കാൻ പോണേ? ഈ കട ഇവിടെ ബാക്കി വെച്ചാ മതിയായിരുന്നു. ചെക്കന്മാരുടെ കയ്യിൽ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടേ. എന്നാൽ എന്റെ കല്ലുമോള് ആ കുരിശിന്റെ മുമ്പിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയല്ലോ. കല്ലുമോളെ, മമ്മി, കല്ലുവിന്റെ ശബ്ദമാണല്ലോ. കല്ലു, where are you? I am here, മമ്മി. I can see, where are you? മമ്മി ഇങ്ങോട്ട് നോക്ക്. കല്ലു. മമ്മി, എന്തിനാ മമ്മി ആ വട്ടമായി നമ്മളിട്ട് വട്ടാക്കുന്നേ? I don't know കല്ലുമോളെ. അയ്യോ, എന്നെ ചമ്മന്തിയാക്കുന്നേ. ആരെങ്കിലും രക്ഷിക്കണേ. സെക്യൂരിറ്റി, ഇവരൊക്കെ എവിടെ പോയി കിടക്കുക? തോം തോം തോം. എന്റെ അമ്മച്ചിയെ തോം വരുന്നുണ്ടല്ലോ.
വിടമാട്ടെ, ഒറ്റണത്തിന് ഞാൻ വിടമാട്ടെ. ഇന്നേക്ക് ദുർഗാഷ്ടമി ഷോപ്പിംഗ് മൂടിഞ്ച നേരത്തേക്ക് ഉങ്കളെല്ലാം പൂടിച്ച് ഓങ്കാര നൃത്തമാടുമേ. എവിടെ പോയി അതിറ്റങ്ങള്? അങ്കിളെ പതുക്കെ മുന്നോട്ട് പോ. 1 2 3. നിങ്ങൾ എവിടെ പോയി ഓടിച്ചാലും ഞാൻ കണ്ടുപിടിക്കും മക്കളെ. സെറ്റ്, കണ്ടുപിടിച്ചേ. എവിടെ പോയി? Come on, കല്ലു. ഈ അങ്കിളിന്റെ ഒരു ചുമ. അയ്യോ മോളെ, ആകെ ഓടി ഓടി തളർന്നു പോയി. എവിടുന്നോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. ഈ ചേറ്റ വീട്ടിൽ മറിയാമ നിങ്ങളെ കണ്ടുപിടിക്കും. ഔ, രക്ഷപ്പെട്ടു. മറിയാമ്മ അങ്ങോട്ട് പോയി. കല്ലു, come on. ഔ, ഇപ്പോഴും ഒന്ന് ആശ്വാസായേ. എനിക്കും. അല്ലെങ്കിലേ, ആ വട്ടപ്പായി ഞങ്ങൾ എന്തിനാ ഓടിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. സോസുമോളെ, എല്ലാത്തിനും പ്രശ്നം ഈ പിങ്ക് സാരിയാ. പിങ്ക് സാരിയോ? അതൊക്കെ വലിയൊരു കഥയാ മോളെ, പറയാനൊന്നും നേരില്ലെന്നേ. ഈ പിങ്ക് സാരി കണ്ട ആ ചെറ്റ വീട്ടിൽ മറിയമ്മ ആന്റിക്ക് ബോധം പോയി കിടക്കുവാ. അവളുടെ ഡ്രീം സാരിയാണത്രേ. എനിക്കാണെങ്കിൽ അവള് 3 ലക്ഷം രൂപ അയച്ചു തരും ചെയ്തു. നല്ല മോളല്ലേ, ഈ സാരി അവൾക്ക് കൊടുത്ത് ഈ പ്രശ്നം ഒഴിവാക്ക്. No, never ever. ഈ സാരി ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അതിനി എന്ത് പ്രശ്നമുണ്ടായാലും ഈ സാരി എന്റെ അഭിമാന പ്രശ്നാ. അവളെ കയ്യിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ. ഒന്ന് പോ അങ്കിളെ, അവളെങ്ങനെ പേടിച്ചാലോ? ആ ചെറ്റ വീട്ടിൽ മറിയാമ്മ ആന്റി ആരാണെന്ന് വിചാരം? അവളെക്കാട്ടി വലിയ കോടീശ്വരൻ ഞാൻ. എനിക്ക് അവളെ പേടിയൊന്നുമില്ല. മോളെ, അവൾക്ക് വട്ടാടി. അതിന് ഞാനെന്ത് വേണം? പോലീസിനെ വിളിക്കാം അങ്കിളെ. അയ്യോ, പോലീസിനൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അതെന്താ പോലീസിനെ വിളിച്ചാലേ? അത് പിന്നെ മക്കളെ, പോലീസിനെ വിളിച്ച ഞാൻ അകത്താകും. അതിന് അങ്കിൾ എന്ത് തെറ്റ് ചെയ്തിട്ടുള്ളേ? അതൊന്നുമില്ല, മോള് മര്യാദക്ക് ആ സാരി അങ്ങ് അവൾക്ക് കൊടുത്തേക്ക്. കൊടുക്കില്ല, കൊടുക്കില്ല, കൊടുക്കില്ല. ഞാൻ ചത്താലും കൊടുക്കില്ല. അയ്യോ, ചെകുത്താനും കടലിനും നടുക്കായല്ലോ ദൈവമേ. അങ്കിൾ പേടിക്കുന്നു വേണ്ട. പുറത്തിന്റെ കാറുണ്ട്, അതിൽ കയറിപ്പോ തൽക്കാലം നമുക്ക് രക്ഷപ്പെടാം. പിന്നെ അവള് നമ്മളെ എന്ത് ചെയ്യാൻ അങ്കിളെ? സൂസു. എന്താ അങ്കിളെ? അതിന് നിന്നാരെ വിളിച്ചേ? അങ്കിളല്ലേ എന്നെ സൂസൂന്ന് വിളിച്ചേ? ഞാൻ വിളിച്ചില്ലടി. പിന്നെ ആരാ വിളിച്ചേ? പേറ്റടിച്ചേ, ഞാനെല്ലാരും കണ്ടുപിടിച്ചല്ലോ. അയ്യോ, ഈ കുരിശ് ഇവിടെ ഉണ്ടായിരുന്നോ? എന്നെ കാണാതെ നിങ്ങൾ എല്ലാവരുടെ കാറിൽ മുങ്ങാളെ പരിപാടി ആയിരുന്നല്ലേ? അപ്പൊ എല്ലാം കേട്ടാ? കേട്ട് കേട്ട്. അതിന് ഈ ചെറ്റ വീട്ടിൽ മറിയാമാറ്റി സമ്മതിച്ചിട്ട് വേണ്ടേ ഇന്ന് താടി എന്റെ പിങ്ക് സാരി. മമ്മി ഓടിക്കോ. സൂസു, നിക്കടി അവിടെ. വിടില്ല ഞാൻ.